ഹായ് ഗൈസ്. ഒരൊറ്റ രാജ്യം ഒരേ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ബില്ല് ഇന്ന് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്തു. ഈ ബില്ല് സബ്മിറ്റ് ചെയ്തപ്പോൾ തൊട്ട് പലർക്കുമുള്ള ചോദ്യമായിരിക്കും, അതായത് ഇത് പാസ്സായോ ഇല്ലയോ എന്ന്. കാരണം വോട്ടെടുപ്പ് കൂടുതലും BJPക്കാണ് കിട്ടിയത്. പക്ഷെ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും ഇന്ത്യ അലയൻസും കൂടെ പറയുന്നത് അതായത് 2/3 ഓഫ് മെജോറിറ്റി കിട്ടിയില്ല, അതുകൊണ്ട് ഇത് ഫെയിൽ ആയിപ്പോയി, ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബില്ല് പാസ്സായോ ഇല്ലയോ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ബില്ല് എന്തുകൊണ്ടാണ്, ഈ ബില്ലിന്റെ നന്മകൾ എന്താണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഉണ്ടാക്കുന്ന അതായത് ഈ ഒരു ബില്ല് വരുമ്പോൾ പിന്നെ എന്തെല്ലാം അതായത് കാര്യങ്ങളായിരിക്കും പ്രൊസീജിയർ ഉള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. മസ്റ്റ് വാച്ച് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി അടുത്തത് ഈ ബിൽ എന്താകും എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തത് ഈ ബിൽ എന്താകും വെച്ചാൽ അതായത് ഇന്ന് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇതിന് അതായത് 2/3 മെജോറിറ്റി കിട്ടിയെന്ന് ചോദിച്ചാൽ അതായത് 307 ആ ഒരു മെജോറിറ്റി കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ഇല്ല. അതായത് BJPന്റെ NDA സഖ്യത്തിലുള്ള മൊത്തം MPs പോലും വോട്ട് ചെയ്തില്ല. അതായത് കുറെ പേര് ആബ്സെന്റ് ആയിരുന്നു. 293 സ്പീക്കർ അടക്കം വേണ്ടത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ 269 മാത്രമോ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. പ്രതിപക്ഷത്തിന്റെ ആണെങ്കിലും 232 ആ റേഞ്ച് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ 200 പോലും എത്തിയില്ല. 198 അവരും സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇവര് പറയുന്നത് അത് ഇതുവരെയും പാസ്സായില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ അത് ഈ ബില്ല് പാസ്സായെന്ന് വെച്ചാൽ പാസ്സായി, പക്ഷെ അത് നിയമമായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഇത് പാസ്സായി എന്നല്ലേ. അതായത് ഇപ്പോൾ ഇത് പാസ്സായി JPC എന്ന് പറയും, അതായത് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്കാണ് ഈ ബില്ല് പോയിരിക്കുന്നത്. അപ്പോൾ പോയിട്ടില്ല, അതായത് കമ്മിറ്റി രൂപീകരിച്ചില്ല ആ ബില്ലിലോട്ടായിരിക്കും പോകാൻ പോകുന്നത്. ഇത് തന്നെയാണ് അമിത്ഷായും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ലോ മിനിസ്റ്ററും എല്ലാം തന്നെ ഇതാണ് അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിലോട്ട് ഈ ബില്ല് പോയിക്കോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിൽ ഈ ബില്ല് പോയി കഴിഞ്ഞാൽ അടുത്ത് എന്താ സംഭവിക്കാന്നിരിക്കും. അപ്പോൾ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിൽ ഇത് പോയി കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടിയും ഭരണപക്ഷ പാർട്ടിയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ ബില്ലിനെ ഡിസ്കസ് ചെയ്യും. അതായത് ഈ നിയമങ്ങളെല്ലാം മാറ്റണം, അതുപോലെ തന്നെ ഇത് പലതും ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലുള്ള ഡിസ്കഷനാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിൽ അത് ഇങ്ങനെ നടത്തി കഴിയുമ്പോൾ ഇതിൽ കൂടുതലായിട്ടും ഇപ്പോൾ NDA സർക്കാരിനാണല്ലോ ഇപ്പോൾ കൂടുതലായിട്ടും അതായത് MPs ഉള്ളത്. അതുകൊണ്ട് അവരായിരിക്കും ഇതിനെ ലീഡ് ചെയ്യാൻ പോകുന്നതും. അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട കൂടുതൽ MPs എല്ലാം ആ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിലുള്ളതും ഇത് BJP സർക്കാരിനെ തന്നെയായിരിക്കും. അതായത് പ്രതിപക്ഷത്തിന് കുറച്ച് MPs മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം അവര് അത്ര MPs മാത്രമോ അവർക്ക് ലോക്സഭയിൽ ഉള്ളൂ. അങ്ങനെ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിൽ പോകുമ്പോൾ അതായത് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് അതായത് അത് JPC പോലും പോകരുത്, അതിനെ വിഡ്രോ ചെയ്യണം എന്നാണ് പലരും പറയുന്നത്, DMK അങ്ങനെയുള്ള അലയൻസ് എല്ലാം. പക്ഷെ പലരും അതായത് ഇപ്പോൾ ഒബ്വിയസ് ആയിട്ടും ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിലോട്ടായിരിക്കും ഇത് നീക്കാൻ പോകുന്നത്. അങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഇതിനെ ഡിസ്കഷൻസ് നടത്തും. അപ്പോൾ പ്രധാന വോയിസ് BJP ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഇവരെല്ലാം കൂടെ ഡിസ്കസ് ചെയ്ത് ഇതിൽ കുറെ മാറ്റങ്ങൾ വരുത്തും. പിന്നെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് റിവ്യൂ എല്ലാം ചെയ്തതിനു ശേഷം വീണ്ടും ഇതേ ലോക്സഭയിലോട്ട് ഇത് വരും. അപ്പോൾ ഇതേ ലോക്സഭയിൽ വന്നു കഴിയുമ്പോൾ ഇത് വീണ്ടും ഇവിടെ ബില്ലായി അവതരിപ്പിക്കും. അങ്ങനെ ബില്ലായി അവതരിപ്പിക്കുന്ന ഈ കാര്യം എന്തായിരിക്കും പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതായത് വീണ്ടും ഈ വോട്ടെടുപ്പിനായിരിക്കും പോകാൻ പോകുന്നത്. അങ്ങനെ വോട്ടെടുക്കുമ്പോൾ അവിടെയാണ് 2/3 ഓഫ് മെജോറിറ്റി വേണ്ടത്. അതായത് JPC പോകാൻ 2/3 മെജോറിറ്റി ആവശ്യമില്ല, അത് കൂടുതൽ മെജോറിറ്റി സിമ്പിൾ മെജോറിറ്റി കിട്ടിയാൽ മതി. ആ ഒരു മെജോറിറ്റി ഇപ്പോൾ NDA സർക്കാരിന് കിട്ടി. പക്ഷെ വീണ്ടും JPC പാസ്സായി വരുന്ന ബില്ലായിരിക്കും, അതായത് റിവ്യൂ ചെയ്ത് വരുന്ന ബില്ലായിരിക്കും 2/3 മെജോറിറ്റി വരുന്നത്. അങ്ങനെ 2/3 മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമോ ഇതിനെ അമെൻമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ അതായത് ഭരിക്കാൻ അതായത് അതിനെ ഭരണഘടനയിൽ റിഫോംസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ അത് NDA സർക്കാരിനുണ്ടോ എന്ന് വെച്ചാൽ അത് ഇപ്പോൾ NDA സർക്കാരിന് ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അതിനായിട്ട് ഇനി NDA സർക്കാർ എന്തായിരിക്കും ചെയ്യുന്നത്? അതായത് ഇതിനായിട്ട് അനുകൂലിക്കുന്ന ഇപ്പോൾ YSR കോൺഗ്രസ് ഒന്നും തന്നെ ഇതിനെ അനുകൂലിച്ചിട്ടുമില്ല, ഇതിനെ എതിർത്തിട്ടുമില്ല. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ MPs അതായത് 4 പേരൊക്കെ അവരുണ്ട്, അതുപോലെ തന്നെ ASP, അതുപോലെ തന്നെ അങ്ങനെ കുറെ ചെറിയ ചെറിയ പാർട്ടിയുണ്ട്, ഈ 2ഉം 1ഉം MPs ഒക്കെ വെച്ച്. പക്ഷെ അവരെ കൂട്ടി കഴിഞ്ഞാലും ഇത് പാസ്സാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പാസ്സാക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ഈ പ്രതിപക്ഷ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു വലിയൊരു പാർട്ടി ഇതിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമോ ഇതിനെ ഈസി ആയിട്ട് ഈ BJP സർക്കാരിന് പാസ്സാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതായത് ഇപ്പോൾ BJP നിശബ്ദതയാണ് പാലിക്കുന്നത്. അപ്പോൾ ആ ഒരു നിശബ്ദത കൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഒരു പക്ഷേ അവർ വേറെ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇതുവരെയും ഒരു വ്യക്തതയും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്?